കൗണ്ടറിൽ നിന്നും വാങ്ങിയ കുപ്പിവെള്ളവും കയ്യിലേന്തി നീലിമ തിരിഞ്ഞതേയുള്ളൂ. തൊട്ടുമുന്നിൽ ഒരു മതിൽ പോലെ അജയൻ വന്നു നിന്നു. ഒരു നിമിഷം അവളുടെ നെഞ്ചിടിപ്പ് നിലച്ചുപോയി. രക്തം ഇരച്ചു കയറി. അവൻ്റെ കണ്ണുകൾ ചുവന്നു തൊടുത്തിരുന്നു. സ്നേഹത്തിൻ്റെ ഒരു നേർത്ത കണക പോലും ആ കണ്ണുകളിൽ അവശേഷിച്ചിരുന്നില്ല. പകരം അവിടെ തിളച്ചു മറിഞ്ഞത് പരാജയപ്പെട്ടവൻ്റെ ആക്രോശവും പ്രതികാരവും മാത്രമായിരുന്നു അവൻ്റെ കണ്ണിൽ കണ്ടത്. എന്നെ ഭീഷണിപ്പെടുത്തി പടിയിറങ്ങിപ്പോരാ നിനക്കിത്രയും ധൈര്യമുണ്ടോടി നീലിമേ? അണപ്പല്ലുകൾ കൂട്ടിയുരസിച്ച് അടിച്ചമർത്തിയ ശബ്ദത്തിൽ അവൻ ചോദിച്ചു. അവൻ്റെ വാക്കുകളിൽ വിഷം വായുവിൽ പടരുന്നത് പോലെ അവൾക്ക് തോന്നി. നീലിമ ഒരു നിമിഷം പരിഭ്രമിച്ചെങ്കിലും ഉടൻ തന്നെ മകൻ അരുണിനെ തന്നിലേക്ക് കൂടുതൽ ചേർത്ത് പിടിച്ചു. അജയേട്ടാ, ദയവ് ചെയ്ത് ഞങ്ങളെ വെറുതെ വിടൂ. എനിക്കും എൻ്റെ മോനും ഇനി സമാധാനമായി ജീവിക്കണം. നിങ്ങളോടൊപ്പം ഒരു ജീവിതം ഇനി എനിക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല. ഭയം കൊണ്ട് അവളുടെ ശബ്ദം നേർത്തു വിറച്ചിരുന്നു. ആ വാക്കുകളിൽ ഒരു ഉറച്ച തീരുമാനവും ഉണ്ടായിരുന്നു. കഴിയില്ലെന്നോ? അജയൻ പരിഹാസത്തോടെ ചുണ്ടുകൂട്ടി. ഇത്രയും കാലം എൻ്റെ തണലിൽ കഴിഞ്ഞ് എൻ്റെ പണം കൊണ്ട് സുഖിച്ചിട്ട് ഇപ്പോൾ ഒരു സുപ്രഭാതത്തിൽ ഇറങ്ങി നിന്ന് എനിക്ക് കഴിയില്ല എന്ന് പറഞ്ഞ് എല്ലാം അങ്ങ് തീർന്നു പോകുമെന്നാണോ നിൻ്റെ വിചാരം? ഞാൻ നിങ്ങളുടെ പണം കണ്ടല്ല ഇതുവരെ നിങ്ങളുടെ കൂടെ ജീവിച്ചത് അജയേട്ടാ. നീലിമയുടെ കണ്ണുകളിൽ നിന്നും 2 തുള്ളി കണ്ണുനീർ കവിളിലൂടെ ഒലിച്ചിറങ്ങി. ഒരു ഭാര്യയായി, ഒരു മനുഷ്യ സ്ത്രീയായി എന്നെങ്കിലും നിന്ന് മാറുമെന്ന് ഞാനും പ്രതീക്ഷിച്ചു. ഞാൻ ഇത്രയും കാലം എല്ലാം സഹിച്ചത് എൻ്റെ മോന് വേണ്ടിയാണ്. പക്ഷെ ഓരോ ദിവസം നിങ്ങൾ എന്നെ ശ്വാസം മുട്ടിച്ച് കൊല്ലുകയാണ്. ശരീരത്തിനെയും എൻ്റെ മനസ്സിനെയും ഒരുപോലെ. അവളുടെ മറുപടി അജയനെ കൂടുതൽ പ്രകോപിപ്പിച്ചു. അവൻ്റെ മുഖത്തെ ഞരമ്പുകൾ വലിഞ്ഞു മുറുകി. നിന്റെ അഭിനയമെല്ലാം നിർത്തിക്കോ നീ, അവൻ അലറി. നിന്നെ എനിക്ക് നന്നായിട്ടറിയാം. ആരോ നിന്റെ ചെവിയിൽ ഓരോന്ന് ഓതി തന്നത്. ആരുടെ ധൈര്യത്തിലടി നീ ഇപ്പോൾ എൻ്റെ നേരെയൊക്കെ തലപൊക്കി പറയുന്നത്? എന്നോട് ആരും ഒന്നും പറഞ്ഞു തന്നിട്ടില്ല. നീലിമ ശാന്തത കൈവിടാതെ അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി. എൻ്റെ സ്വന്തം കണ്ണുകൾ കൊണ്ട് കണ്ട സത്യങ്ങൾ എല്ലാം നിങ്ങൾ മറന്നുപോയോ? എൻ്റെ മനസ്സ് അനുഭവിച്ച വേദനകൾ, അതുകൊണ്ട് തന്നെയാണ് ഈ തീരുമാനം. എന്ത് തീരുമാനം? എൻ്റെ അനുവാദമില്ലാതെ എന്ത് തീരുമാനമാടി നീ എടുക്കുന്നത്? അജയൻ കൈകൾ പെട്ടെന്ന് അവളുടെ കൈത്തണ്ടിൽ വലിഞ്ഞു മുറുകി. അവൻ്റെ കരുത്തുറ്റ വിരലുകൾ അമർന്നപ്പോൾ നീലിമയുടെ വേദനകൾ കൊണ്ട് പുളഞ്ഞു പോയി. വിട് അജയേട്ട, കൈ വിടാൻ അവൾ കുതിരാൻ നോക്കി. വിടില്ല. അവൻ അവളെ കൂടുതൽ തന്നിലേക്ക് വലിച്ചടുപ്പിച്ചു. നീ എൻ്റെ ഭാര്യയാണ്. എൻ്റെ താലിച്ചരട് നിൻ്റെ കഴുത്തിലുള്ളിടത്തോളം കാലം എൻ്റെ അനുവാദമില്ലാതെ ഈ നാട്ടിൽ നിന്നോ എൻ്റെ വീട്ടിൽ നിന്നോ മുന്നോട്ട് ഒരു കാലടി വെക്കാൻ നിനക്ക് കഴിയില്ല. അമ്മേ! അരുണിൻ്റെ ഉച്ചത്തിലുള്ള കരച്ചിൽ ആ സൂപ്പർ മാർക്കറ്റിനുള്ളിൽ മുഴങ്ങി. ഭയം മൂടിയ ചെറിയ കണ്ണുകളോടെ അവൻ അമ്മയുടെ സാരി തുമ്പിൽ മുറുകെ പിടിച്ചു തൂങ്ങി. മകൻ്റെ ആ വിലാപം നീലിമയുടെ മാതൃഹൃദയത്തെ കീറി മുറിച്ചിരുന്നു. മോൻ പേടിക്കുന്നുണ്ടാ ചേട്ടാ? എന്നെ വിട്. ദൈവത്തെ ഓർത്ത് ഞങ്ങളെ വെറുതെ വിടണം, അവൾ കെഞ്ചി. അവനെ മുന്നിൽ നിർത്തി എന്നെ ബ്ലാക്ക്മെയിൽ ചെയ്യാനും നോക്കണ്ട. വാ വീട്ടിലേക്ക്. അജയൻ അവളെ പുറത്തേക്ക് വലിച്ചേക്കാൻ തുടങ്ങി. ഇല്ല. ജീവിതത്തിൽ ആദ്യമായി നീലിമയുടെ തൊണ്ടയിൽ നിന്നും അവന് നേരെ സംസാരിക്കാൻ തുടങ്ങി. ആ ഒരൊറ്റ ശബ്ദത്തിൽ അജയൻ പോലും നിശബ്ദത സ്തംഭിച്ചു പോയി. കഴിഞ്ഞ 6 വർഷത്തെ ദാമ്പത്യത്തിനിടയിൽ അവൾ ഒരിക്കൽ പോലും അവനെ എതിർത്ത് സംസാരിച്ചിട്ടില്ല. അവളൊന്ന് പേടിച്ചിരുന്നു. മുറിയിലൊന്ന് ഏങ്ങി കരഞ്ഞിരുന്നു. എല്ലാം വിധിയെന്ന് കരുതി വെച്ചു. പക്ഷെ ഇന്ന് ആ സ്ത്രീയുടെ കണ്ണുകളിൽ ജ്വലിക്കുന്നത് അജയൻ ഇതുവരെ കാണാത്ത ഏതോ ഒരു ഉറപ്പ് അവളുടെ കണ്ണുകളുണ്ടായിരുന്നു. ഒരു പെണ്ണിൻ്റെ നിസ്സാവസ്ഥയും. ഞാൻ ഇനി ആ നരകത്തിലേക്ക് മടങ്ങി വരില്ല. നിങ്ങളുടെ കാമുകയും കൂടി നടത്തുന്ന കുഴപ്പ് കാണാൻ കഴിയില്ല എനിക്ക്. ഇത്രയും പെട്ടെന്ന് മടുത്തു. അവൾക്ക് നിങ്ങളെ, അതോ നിങ്ങൾക്ക് അവളൊരു ടൈം പാസ് മാത്രമാണോ? ഇതിൽ ഏതാണ് സത്യം? അവളുടെ ഓരോ വാക്കും അവൻ്റെ ഹൃദയത്തെ കീറി മുറിച്ചു. നമുക്ക് ഒരു മകൻ വളർന്നു വരുന്നുണ്ട്. അവനെ തൻ്റെ അച്ഛൻ്റെ സ്വഭാവം കണ്ടുപിടിക്കേണ്ട. അവൻ എൻ്റെ കൂടെ തനിച്ച് കഴിഞ്ഞാൽ മതി. ഇനി നിങ്ങളുടെ താലിയാണ് പ്രശ്നമെങ്കിൽ. അവൾ തൻ്റെ കഴുത്തുള്ള താലി അവൻ്റെ നേരെ എറിഞ്ഞു കൊടുത്തു. ഇനി എനിക്ക് അതിൻ്റെ ആവശ്യമില്ല. ഇനി എനിക്ക് അവളുടെ കണ്ണുകളിൽ നിറഞ്ഞു നിന്ന കണ്ണുനീർ പോലും തുടക്കാൻ അവൾ പറഞ്ഞു. ഈ നിമിഷം മുതൽ ഞാൻ നിന്റെ ഭാര്യയല്ല. നീ എനിക്ക് ഒരു അന്യൻ മാത്രം. എൻ്റെ ജീവിതം, എൻ്റെ മകൻ്റെ ജീവിതം ഇനി നിന്റെ കൈകളിൽ ഞാൻ ഒരിക്കലും ഏൽപ്പിക്കില്ല. നീലിമേ! അച്ഛൻ്റെ ശബ്ദം ക്രൂരമായി ഭീഷണിയോടെ താന്നു. എന്നെക്കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് നിനക്കറിയില്ല. എനിക്കറിയാം. അവൾ അവൻ്റെ കത്തുന്ന കണ്ണുകളിലേക്ക് നേരിട്ട് നോക്കിക്കൊണ്ട് പറഞ്ഞു.
അതുകൊണ്ട് തന്നെയാണ് ഇത്രയും കാലം ഞാൻ മിണ്ടാതിരുന്നതും. പക്ഷെ ഇനി എൻ്റെ ഭയത്തേക്കാൾ വലുത് എൻ്റെ മകൻ്റെ ഭാവിയാണ്. അവൻ വളർന്നു വരുമ്പോൾ സ്ത്രീകളെ ബഹുമാനിക്കാൻ പഠിക്കണം. നിങ്ങളെപ്പോലെ സ്വന്തം ഭാര്യയെ വഞ്ചിച്ചും നിലയും വിലയും ഇല്ലാത്ത ഒരു പുരുഷനായി അവൻ മാറരുത്. അതിനുവേണ്ടി അവന് നല്ലൊരു മനുഷ്യനാകാൻ വേണ്ടി ഞാൻ ഇന്ന് ഇവിടെ നിന്നും പോകും. നിങ്ങളുടെ ജീവിതത്തിൽ ഇനി ഞാൻ ഒരിക്കലും വരില്ല. അവൾ പറഞ്ഞതിൻ്റെ അപമാനവും ദേഷ്യവും അജയൻ്റെ തലക്ക് പിടിച്ചു. അവൻ്റെ ചുണ്ടുകൾ കോപം കൊണ്ട് വിറച്ചു. ചുറ്റുമുള്ള ആളുകൾ തങ്ങളെ തന്നെയാണ് നോക്കുന്നതെന്ന ബോധം അവൻ്റെ ഹൃദയത്തെ മുറിവേൽപ്പിച്ചു. ആ നോട്ടത്തിലെല്ലാം തനിക്കെതിരെയുള്ള ചോദ്യങ്ങളും കുറ്റപ്പെടുത്തലുകളുമാണെന്ന് അവൻ തിരിച്ചറിഞ്ഞു. അതവനെ കൂടുതൽ അക്രമാസക്തനാക്കി. തൻ്റെ നിയന്ത്രണം പൂർണ്ണമായി നഷ്ടപ്പെട്ട അജയൻ നീലിമയെ ക്രൂരമായി പുറത്തേക്ക് വലിച്ചേക്കാൻ ആഞ്ഞു. അതേ നിമിഷം പിന്നിൽ നിന്ന് ഒരു ഇടിമുഴക്കം പോലെ ആ ശബ്ദം കേട്ടു. അവളെ കയ്യിൽ നിന്ന് കൈയെടുക്കടാ. ആ ശബ്ദത്തിൽ അടങ്ങിയ അധികാരവും തണുപ്പും ആ അന്തരീക്ഷത്തിലാകെ നിശ്ചലമാക്കി. അജയൻ്റെ കൈകൾ ഒരു നിമിഷം മരവിച്ചു പോയി. നീലിമയും നെഞ്ചടിപ്പോടെ വിറക്കുന്ന കണ്ണുകളോടെ ആ ശബ്ദം കേട്ട ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കി. അതേസമയം സൂപ്പർ മാർക്കറ്റ് പുറത്ത് അജയൻ്റെ കാറിനരികിൽ അക്ഷമയോടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ് രജനി. അജയൻ നീലിമയെ തിരിഞ്ഞുപോയ വഴിയിലൂടെ അവൾ കണ്ണോടിച്ചു. ചുറ്റുമുള്ള ചെറിയ കടകളിലും റോഡരികിലും അവൾ നീലിമയെ കൂട്ടിയെയും പരതി. പക്ഷെ ആൾക്കൂട്ടത്തിനിടെ എവിടെയും ആ രൂപം അവളുടെ കണ്ണിൽ പെട്ടില്ല. ഉള്ളിൽ പുകയുന്ന അമർഷത്തോടെ അവൾ വീണ്ടും ഫോണിലേക്ക് വിളിച്ചു. സൂപ്പർ മാർക്കറ്റിനുള്ളിൽ വെച്ച് നീലിമയുടെ ജീവിതം മാറി മറിയാൻ പോവുകയാണെന്ന് പുറത്തിരുന്ന രജനി അറിഞ്ഞിരുന്നില്ല. എന്നാൽ ആ നിമിഷം വിധി മറ്റൊരാളെ അവിടെ കാത്തിരിക്കുകയായിരുന്നു. ജഗൻ. തൻ്റെ ആഡംബര കാറിനുള്ളിൽ അവളെ തന്നെ നോക്കി നിന്ന് അവൻ പെട്ടെന്നാണ് അങ്ങോട്ട് ശ്രദ്ധിക്കുന്നത്. സൂപ്പർ മാർക്കറ്റിലെ വലിയ ഗ്ലാസ് സ്റ്റോറിനുള്ളിൽ ആ അസ്വാഭാവികമായ ചലനം ജഗന്റെ ശ്രദ്ധയിൽപ്പെട്ടു. ഒരു സ്ത്രീയും പിഞ്ചു കുഞ്ഞിനെയും ഒരുവൻ ബലമായി കയ്യേറ്റം ചെയ്യാൻ ശ്രമിക്കുന്നു. ജനക്കൂട്ടം വെറും കാഴ്ചക്കാരായി നിൽക്കുകയാണ്. കണ്ട കാഴ്ച ജഗന്റെ തോര തിളപ്പിച്ചു. ഒരു നിമിഷം പോലും അവൻ പാഴാക്കിയില്ല. കാറിന്റെ ഡോർ തള്ളി തുറന്ന് സിംഹത്തെ പോലെ ദൃഢമായ ചുവടുകളോടെ അവൻ ആ സൂപ്പർ മാർക്കറ്റിലേക്ക് നടന്നു. അവിടെ നിയന്ത്രണം നഷ്ടപ്പെട്ട അജയ് നീലിമയെ വീണ്ടും ക്രൂരമായി തള്ളി മാറ്റാൻ ആഞ്ഞതേയുള്ളൂ. പക്ഷെ ആ കൈ നീലിമയുടെ മേൽ പതിക്കും മുമ്പ് അന്തരീക്ഷത്തിൽ ഒരു കാറ്റുപോലെ ജഗൻ അവിടെ എത്തിക്കഴിഞ്ഞിരുന്നു. ദൃഢമാർന്ന അവൻ്റെ കയ്യിലേക്കാണ് നീലിമ വീഴാൻ പോയത്. അവൻ അവളെ താങ്ങി പിടിക്കുകയും ചെയ്തു. തന്നോടല്ലടോ അവളുടെ കയ്യിൽ നിന്ന് കൈയെടുക്കാൻ ഞാൻ പറഞ്ഞത്. ആ ഇടിമുഴക്കം പോലെ ശബ്ദം അധികാരവും തണുപ്പും കേട്ട് അജയൻ ഒരു നിമിഷം മരവിച്ചു പോയി. അവൻ ഞെട്ടലോടെ തിരിഞ്ഞു നോക്കി. ജഗന്റെ കണ്ണുകൾ കനൽ ജ്വലിക്കുന്നുണ്ടായിരുന്നു. ആ നോട്ടത്തിൽ തീക്ഷ്ണതയിൽ അജയൻ പോലും ഒരു ചുവട് പിന്നോട്ട് വെച്ചുപോയി. ഒരു സ്ത്രീയുടെ അനുവാദമില്ലാതെ അവളുടെ മേൽ കൈവെക്കാൻ തനിക്കാരാണ് അതോറിറ്റി തന്നത്? ജഗന്റെ ഗാംഭീര്യമുള്ള ശബ്ദം ഹാളിലാക്കി പ്രതിധ്വനിച്ചു കേട്ടു. തൻ്റെ തകർച്ചയുടെ അരികിൽ നിന്നും രക്ഷകനായി അവതരിച്ച ആ അപരിചിതനെ നീലിമ വിറക്കുന്ന കണ്ണുകളോടെ നോക്കി. വിറച്ചുകൊണ്ട് അരുൺ അമ്മയുടെ സാരിൽ മുഖം മുളപ്പിച്ചു. അജയൻ്റെ പിടിയിൽ നിന്ന് നീലിമയെ പൂർണ്ണമായും മോചിപ്പിച്ചുകൊണ്ട് ഒരു വൻമതിൽ പോലെ ജഗൻ അവർക്ക് മുന്നിൽ കാവലായി നിന്നു. അപ്പോഴാണ് ജഗൻ അവളുടെ മുഖത്തേക്ക് ശ്രദ്ധിച്ചത്. കണ്ട കാഴ്ച അവൻ്റെ നെഞ്ചിലൊരു കനലായി വീണു. നീലിമയുടെ ഇളം ചുണ്ടിൽ ഒരു വശം പൊട്ടി ചോരയൊലിച്ചിരിക്കുന്നു. വെളുത്ത കവളുകൾ അജയൻ്റെ വിരലുകൾ പാടുകൾ ചുവന്ന് തെളിഞ്ഞു നിന്നിരുന്നു. കൈത്തണ്ടിൽ നഖങ്ങൾ ആഴ്ന്നിറങ്ങിയ ചതവും അമിതമായ ഭയവും മാനസികമായ തകർച്ചയും കാരണം അവളുടെ ശരീരം ഒരില പോലെ വിറക്കുന്നുണ്ടായിരുന്നു. ശരിയായി നിൽക്കാൻ പോലും അവൾക്ക് കഴിയുന്നില്ലെന്ന് ജഗന് മനസ്സിലായി. ദൈവമേ, ഇവളെ ഇത്രയും ക്രൂരമായി ഉപദ്രവിച്ചു. ജഗന്റെ ഉള്ളിൽ കോപത്തിൻ്റെ അഗ്നിപർവ്വതം പുകഞ്ഞു. അവൻ അജയനെ ഒന്ന് രൂക്ഷമായി നോക്കി. ആ നിമിഷം താങ്ങാൻ കഴിയാതെ വേദനയിൽ നീലിമയുടെ ബോധം മറഞ്ഞു തുടങ്ങി. അവൾ തളർന്നു നിലത്തേക്ക് വീഴാൻ പോയതും കാറ്റെന്ന പോലെ ജഗൻ തൻ്റെ ശക്തമായ കൈകളാൽ അവളെ താങ്ങി പിടിച്ചിരുന്നു. മാഡം, മാഡം, നിങ്ങൾക്ക് കേൾക്കാമോ? അവൻ ആശങ്കയോടെ അവളുടെ മുഖത്തേക്ക് തട്ടിക്കൊണ്ട് ചോദിച്ചു. പക്ഷെ അവളുടെ കൺപോളുകൾ അടയുകയായിരുന്നു. ബോധക്ഷയത്തിൻ്റെ ആഴങ്ങളിലേക്ക് വീഴുമ്പോഴും അവളുടെ ശരീരം വിറച്ചുകൊണ്ടിരുന്നു. അമ്മേ, അമ്മേ, എഴുന്നേൽക്കമ്മേ. അരുൺ ഉറക്കെ കരഞ്ഞുകൊണ്ട് അമ്മയുടെ സാരിൽ മുറുകെ പിടിച്ചു. ഒരു നിമിഷം പോലും വൈകരുത് ജഗന്റെ മനസ്സ് മന്ത്രിച്ചു. അവൻ പെട്ടെന്ന് തന്നെ ഒരു തീരുമാനവും എടുത്തു. ഇവരെ ഉടൻ ആശുപത്രിയിൽ എത്തിക്കണം. ചുറ്റും നിന്ന് അജനെയോ ജനക്കൂട്ടത്തെയോ അവൻ വകവെച്ചില്ല. അരുണെ ഒരു കൈകൾ കൊണ്ട് ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിച്ചുകൊണ്ട് മറ്റേ കൈകൾ കൊണ്ട് നീലിമയെ നെഞ്ചോട് ചേർത്ത് താങ്ങി അവൻ പുറത്തേക്ക് നടന്നു. നീലിമയുടെ ദയനീയ അവസ്ഥ കണ്ടതോടെ അതുവരെ കാഴ്ചക്കാരായി നിന്ന ആളുകൾ ഭയത്തോടെ ബഹുമാനത്തെയും കൂടി അവർക്ക് വഴിമാറിക്കൊടുത്തു. അജയനൊന്നും ചെയ്യാൻ കഴിയാതെ പരാജിത ഭീതയോടെ അവിടെ സ്തംഭിച്ചു നിന്നു.